ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തൽ. ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനാണ് ആലോചിച്ചത്. എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം അന്ന് മാറ്റിയതെന്ന് ജോസ് തോമസ് പ്രൈം ഡിബേറ്റിൽ വെളിപ്പെടുത്തി. ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റിയെന്നും ജോസ് തോമസ് പറയുന്നു. അമ്മയിലെ ചിലരുടെ എതിർപ്പാണ് സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിന് തടസ്സമായത് എന്നും ഫെഫ്ക ഇന്നലെ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ന്യൂസ് 18 ചർച്ചയ്ക്കിടയിലാണ് ജോസ് തോമസ് ജഗദീഷ് എന്ന നടന്റെ പേര് വെളിപ്പെടുത്തിയത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു. നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു, പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി. പിന്നെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. ഇത് ഞാൻ ഇപ്പൊ പുറത്തു പറയുന്നത്, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട്, കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി 3 ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 26 പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ICC ഉണ്ടാക്കേണ്ടത് നിർമ്മാതാവാണ്. ശ്രീ ജോസ് തോമസ്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. കാരണം അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത്. ശ്രീ ജോസ് തോമസ്, അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ജഗദീഷ് ഹീറോയായി, അത് ഓക്കെ, ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. എന്തായിരുന്നു അന്നത്തെ തടസ്സം? മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു. ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അത് എന്താണ് അതിന്റെ കാരണം എന്ന്, അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നയിച്ച ചർച്ചയിലായിരുന്നു, പ്രൈം ഡിബേറ്റിലായിരുന്നു ജോസ് തോമസിന്റെ പ്രതികരണം. മഞ്ജുഷ് ഗോപാൽ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ആദ്യം ചേരും. മഞ്ജുഷ്, ഈ ജഗദീഷ് ഇപ്പോൾ മഞ്ജുഷ ചോദിച്ചതുപോലെ തന്നെ ആദ്യം ഹീറോ ആവുകയായിരുന്നു ജഗദീഷ്. ഏറ്റവും വ്യക്തതയോടുകൂടി ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് നിലപാടെടുക്കുക, ആളുകൾ അത് കണ്ട് കൈയടിക്കുക. പക്ഷേ പിന്നീട് നിലപാട് മാറ്റം. എന്നാൽ ഇത് വൈകാനുള്ള കാരണം ജഗദീഷാണ് എന്നുള്ള വെളിപ്പെടുത്തൽ ജോസ് തോമസ് നടത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ ഉള്ള പൊളിറ്റിക്സ് എന്താണ് മഞ്ജുഷ്? ഇത് എൽദോസിന്റെ ചർച്ചയിലെ കാര്യങ്ങൾ വന്നത് തന്നെ ഫെഫ്ക കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മിനിയാന്നായിരുന്നു ഫെഫ്കയുടെ വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടന്നത്. അതിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് പങ്കെടുത്തത്. അദ്ദേഹമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം ഇങ്ങനൊരു വാർത്താ സമ്മേളനം ഫെഫ്ക നടത്താൻ കാരണമായിട്ട് പറഞ്ഞത്, ഫെഫ്കയുടെ വിവിധ യൂണിയനുകൾ ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിവിധ തലങ്ങളിൽ പഠിച്ചു. എന്നിട്ട് ഒരു നിരീക്ഷണത്തിൽ, ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയായിരുന്നു.
അതിൽ പല നിർദ്ദേശങ്ങളും അവർക്ക് സ്വീകാര്യമാണ്. ഇത് നടപ്പിലാക്കാൻ, പൂർണ്ണമായ രീതിയിൽ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘടന തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് വിശദീകരിച്ചതാണ്. അതോടൊപ്പം തന്നെയാണ് ഹേമ കമ്മിറ്റിയിലെ ചില ശുപാർശകളും അവരുടെ പഠന രീതികളും അതിലുള്ള എതിർപ്പുകളും ഫെഫ്ക വ്യക്തമാക്കിയത്. ഈ സമയത്താണ് ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇത് ഈ കാര്യങ്ങൾ പഠിച്ച് ഒരു വിശദമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ട് പിറ്റേ ദിവസം തീരുമാനിച്ചിരുന്നതാണ്. അത് ഫെഫ്ക മാത്രമല്ല, നിർമ്മാതാക്കളുടെ സംഘടനയും ഒപ്പം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും, ഈ 3 സംഘടനകളും കൂടി ചേർന്ന് സംയുക്തമായിട്ട് മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരു ആലോചന നടന്നിരുന്നു. ആ ആലോചനയിൽ മമ്മൂട്ടിയും മോഹൻലാലും പങ്കെടുത്തിരുന്നു. അവർക്കും താല്പര്യമായിരുന്നു ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാതെ പോകേണ്ട കാര്യമില്ല, ഞങ്ങളിത് പഠിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയും, എന്താണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമെന്ന് അത് വ്യക്തമാക്കാമെന്ന് അപ്പോൾ തന്നെ ആലോചിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആലോചന നടന്നപ്പോൾ അതിൽ ചിലർ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് എതിർപ്പുമായിട്ട് വന്നു. ഇപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമില്ല, അവരിൽ നിന്ന് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകും, അതിന് മറുപടി പറയാൻ നമ്മൾ ബുദ്ധിമുട്ടും, കാരണം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നമ്മളാണ് റിപ്പോർട്ട് പ്രകാരം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നതുകൊണ്ട് അമ്മ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്ന് മിനിയാന്ന് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ പേര് ആരൊക്കെയാണ് ഇങ്ങനെ അമ്മയിൽ നിന്ന് എതിർപ്പുമായി വന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. അതിനിടെയാണ് മറ്റൊരു വിഷയം കൂടി അതിലേക്ക് വന്നത്. അമ്മയെ ഒരു ട്രേഡ് യൂണിയൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി അമ്മ സംഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അമ്മയിൽ നിന്ന് തന്നെ ചില ആളുകൾ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അത് ഫെഫ്കയ്ക്ക് തൽക്കാലം അങ്ങനെ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുവാൻ പറ്റുകയില്ല. ഇപ്പോൾ തന്നെ 21 യൂണിയനുകൾ ഫെഫ്കയിൽ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ സാങ്കേതികമായി കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എങ്കിലും ട്രേഡ് യൂണിയൻ ആവുന്നതാണ് നല്ലത് എന്നുള്ള ഉപദേശം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഇങ്ങനെ അമ്മയിൽ പിളർപ്പുണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പരന്നു. അതോടൊപ്പം തന്നെ ആരാണ് അമ്മയിൽ നിന്ന് ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ എന്തൊക്കെയോ ഈ സിനിമാ സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനയ്ക്കുള്ളിലും ചില തർക്കങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ജോസ് തോമസ് എന്ന് പറയുന്നയാൾ സംവിധായകനാണ്. അദ്ദേഹം ഫെഫ്കയുടെ ഒരു മുതിർന്ന അംഗവും മാത്രമല്ല, അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. 7 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരാളാണ് ജോസ് തോമസ്. അദ്ദേഹം ഫെഫ്കയുടെ രൂപീകരണ സമയത്ത് മുതൽ തന്നെ ഫെഫ്കയിൽ സജീവമാണ്. ഫെഫ്ക സംവിധായക യൂണിയന്റെ പ്രധാനപ്പെട്ട അംഗം കൂടിയാണ്, ഭാരവാഹി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ പ്രൈം ഡിബേറ്റിൽ, ന്യൂസ് 8ന്റെ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഇങ്ങനെ ഈ ചർച്ചയ്ക്കിടെ ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നു. കാരണം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഫെഫ്ക ഇത്രയും വൈകി ഒരു നിലപാടെടുത്തത്? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഓഗസ്റ്റ് 18 ശേഷം ഓഗസ്റ്റ് 11 ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് അവർ തയ്യാറായത്. അപ്പോൾ ഇത്രയും സമയം എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചപ്പോഴാണ് ജോസ് തോമസ് പറഞ്ഞത്, ഇത് അന്ന് തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പഠിച്ച് പറയാമെന്ന് ഒരു നിലപാടെടുക്കുന്നു എന്ന കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് ചില തടസ്സങ്ങൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവുമല്ലോ, ആരാണ് തടസ്സം നിന്നതെന്ന്. അത് ഉണ്ണികൃഷ്ണനാണെങ്കിൽ വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ ജോസ് തോമസ് പറയുന്നത്, എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഒരു മടിയുമില്ല, അത് ജഗദീഷാണ്, അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീഷാണ് അങ്ങനെ ഒരു തടസ്സവാദം ഉന്നയിച്ചത്, ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിനും അപ്പോൾ ഈ കൂടിയാലോചന നടക്കുമ്പോൾ ഉണ്ടായിരുന്ന മമ്മൂട്ടിക്കും അത് താല്പര്യമായിരുന്നു മാധ്യമങ്ങളോട് ഇത് പറയുന്നതിന് വേണ്ടി. പക്ഷെ ജഗദീഷിന്റെ എതിർപ്പുണ്ടായി. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അവർ തമ്മിലൊരു കൂടിയാലോചനയിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. ഈ എതിർപ്പ് ഫെഫ്ക പരസ്യമാക്കാൻ അവർ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. കാരണം അമ്മയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു എതിർപ്പുണ്ടായി എന്ന് ഇന്നലെ മിനിയാന്ന് ഫെഫ്ക നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിലും പറഞ്ഞിരുന്നു. ആ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് ചില എതിർപ്പ് വന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണാതിരുന്നത് എന്ന്. അതായത് ഫെഫ്കയെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി അവർ ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ്. അമ്മയിൽ ഇങ്ങനെ ഒരു ഭിന്നതയുണ്ട്, അവരൊരു അഴകുഴമ്പൻ സമീപനമാണ് ഇക്കാര്യത്തിൽ എടുത്തത്. ഞങ്ങൾ പക്ഷേ ഇതാ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് വൈകിയാണെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഈ അമ്മയിലെ ഭിന്നത, അത് ആരാണ് അതിൽ ഇടപെട്ടത് എന്ന കാര്യവും പറഞ്ഞത് എന്ന കാര്യം വ്യക്തമാണ്. ബി ഉണ്ണികൃഷ്ണനുമായിട്ട് ന്യൂസ് 18 സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കാര്യത്തിൽ
കൂടുതൽ പറയുന്നില്ല എന്നാണ്. ഇനി ആരാണ് ഇതിനൊരു തടസ്സവാദം ഉന്നയിച്ചത് എന്ന കാര്യം ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ആരുടെയും പേര് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല, പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിട്ടില്ല. ആരാണിങ്ങനെ ഈ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കാരണമായത് എന്ന കാര്യം ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം അത് ഈ ജഗദീഷ് ആണോ എന്നോ അല്ല എന്നോ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ ജോസ് തോമസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പെപ്റ്റയുടെ അഭിപ്രായം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പെപ്റ്റയോട് അത്രമാത്രം യോജിപ്പുള്ള ഒരാളാണ് സംവിധായകൻ ജോസ് തോമസ്. അപ്പോൾ പെപ്റ്റയുടെ അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ജഗദീഷിനോട് ഇന്നലെ ജഗദീഷിനെ വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം അത് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ജഗദീഷാണ് അന്ന് കൃത്യമായ ഒരു നിലപാട് എടുത്തതായിട്ട്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത് മഞ്ജുഷ, അതാണ് അത്ഭുതപ്പെടുന്നത്. അതായത് നിലപാട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യം ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന് സംഘടനയിൽ പറഞ്ഞിട്ട്, എന്നാൽ സംഘടന വൈകുന്നത് ശരിയല്ല എന്ന് പറയുന്ന ജഗദീഷിനെ ഇപ്പോഴും എന്താണ് പറയുക, ഒരു അസ്വാഭാവികമായി തോന്നുന്നു ആ നിലപാട്.